വിഷ്ണു ഒരു അന്യജാതി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് അവൻ ഗ്രാമത്തിൽ നിന്നും പോകണമെന്ന് ഒരു ശിക്ഷയും കിട്ടി. വിഷ്ണുവും അപർണയും മകൾ പല്ലവിയോടൊപ്പം ഒരു നദിയുടെ കരയിൽ ജീവിച്ചു വന്നു. ദിവസവും അതിരാവിലെ വിഷ്ണു കൂലിപ്പണി ചെയ്യാനായി ഗ്രാമത്തിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. വഴിയിൽ അവൻ പല്ലവിയെയും അവളുടെ സ്കൂളിൽ വിടുമായിരുന്നു. ഇവിടെ വീട്ടിൽ അപർണ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. വീട്ടുജോലികളെല്ലാം തീർത്തു കഴിഞ്ഞിട്ടും അവൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ നദിയിൽ നിന്നും മീൻ പിടിക്കുമായിരുന്നു. ദിവസവും ഇങ്ങനെ മീനുകളെ പിടികൂടി അപർണ ഈ ജോലിയിലൊരു എക്സ്പേർട്ടായി മാറി. ഇപ്പോൾ അവൾക്ക് തന്റെ കൈകൾ കൊണ്ട് തന്നെ മീൻ പിടികൂടാൻ പറ്റുന്നുണ്ട്. ഇന്ന് വളരെ നല്ല ദിവസമാ. വീട്ടിൽ ചെന്ന് ഞാൻ മീൻ വറക്കും. അപർണ ആ നദിയിൽ നിന്നും പിടികൂടിയ എല്ലാ മീനുകളെയും വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി നല്ലതുപോലെ ശുദ്ധീകരിച്ച് പാകം ചെയ്യുമായിരുന്നു. ഇതിന്റെ മണം വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ രുചിയും നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വൈകുന്നേരം വിഷ്ണുവും പല്ലവിയും വീട്ടിലേക്ക് വരുമ്പോൾ അപർണ അവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി കൂടെ മീനും വിളമ്പിക്കൊടുത്തു. രുചിച്ച് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അമ്മേ, ഇതിൽ രുചിച്ചു നോക്കാൻ എന്താ ഉള്ളേ? നിങ്ങൾ ചെയ്തെങ്കിൽ വളരെ നന്നായിരിക്കും. ഓ അതെയോ? അതെ അമ്മേ. നിങ്ങൾ ഉണ്ടാക്കുന്ന മീനുകളൊക്കെ എന്റെ സ്കൂളിലേക്ക് അയക്കില്ലേ? അപ്പോഴേക്ക് എന്റെ ഫ്രണ്ട്സ് അത് വിടാതെ കഴിക്കും. നിങ്ങളുടെ അമ്മ വളരെ നന്നായി മീനുണ്ടാക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല കാര്യം. അതെ അതെ, നിന്നെ പോലെ ആർക്കും തന്നെ മീൻകറി വെക്കാനേ സാധിക്കില്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. മീനെന്ന് പറഞ്ഞതും എനിക്കൊരു കാര്യം തോന്നി. ഞാൻ കുറെ മീനുകൾ പിടിച്ച് അത് മാർക്കറ്റിൽ വിൽക്കാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയും കിട്ടും. ആ, നിനക്ക് വിൽക്കാം. നീ നന്നായി മീനുകളെ പിടികൂടുമല്ലോ. അപ്പൊ നാളെ മുതൽ ഞാൻ പണി തുടങ്ങാം. അടുത്ത ദിവസം അപർണ ഒരുപാട് മീനുകളെ പിടികൂടി. എന്നിട്ട് ആ മീനുകളെല്ലാം ഒരു കുട്ടയിലാക്കി മാർക്കറ്റിലേക്കും പോയി. നല്ല നല്ല മീനുകൾ. ഇന്നാണ് നദിയിൽ നിന്ന് പിടിച്ച മീനുകൾ. നല്ല വെള്ളത്തിൽ നിന്ന് എടുത്ത മീനാണോ? ഹാ ചേച്ചി, ഇതൊക്കെ നദിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനുകളാണ്. ഇല്ല ഇല്ല, എനിക്ക് വേണ്ട. ഒരുപാട് ആൾക്കാർ അപർണയുടെ മീൻ കണ്ട് അടുത്തേക്ക് വന്നു. എന്നാൽ കുറച്ചുപേർ മാത്രമേ മീൻ വാങ്ങിയുള്ളൂ. ഇത് കണ്ട് അപർണ ഒരുപാട് വേദനിച്ചു. സാരമില്ല, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാ എന്റെ മീനുകളൊക്കെ വിറ്റുപോകും. അപർണ തന്നെത്താനെ സമാധാനപ്പെടുത്തി. പിന്നെ കുട്ടയും എടുത്ത് അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസവും അപർണ നല്ല നല്ല മീനുകൾ പിടികൂടി. എന്നിട്ട് അത് വിൽക്കാനായി മാർക്കറ്റിലേക്കും പോയി. മീൻ വാങ്ങിക്കോളൂ, നല്ല നല്ല മീനുകൾ. ഇന്നും അവസ്ഥ അത് തന്നെ. മീനുകൾ അധികം വിറ്റതേയില്ല. ഇങ്ങനെ ഒരുപാട് ദിവസം സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അപർണയുടെ മനസ്സ് വേദനിച്ച് അവൾ ഒരുപാട് ദുഃഖിതയായി. അവൾ മീനുകൾ നിറച്ച കുട്ടയുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. വളരെ വിഷമത്തോടെ അവൾ പാചകം ചെയ്തു. വിഷ്ണു വീട്ടിലേക്ക് വന്നപ്പോൾ അപർണ അവിടെ ഇരിക്കുന്നത് കണ്ട് അപർണയുടെ മൂഡ് ശരിയല്ല എന്നവന് മനസ്സിലായി. അപർണ, എന്തു പറ്റി? മീൻ വിറ്റ് കുറച്ച് പൈസ സമ്പാദിക്കാമെന്നാണ് വിചാരിച്ചേ. പക്ഷെ ആരും എന്റെ മീനുകൾ വാങ്ങുന്നേയില്ല. നിനക്ക് മീൻ വിൽക്കുന്നതിന് പകരം മീൻ കറി വിറ്റുകൂടെ? എല്ലാവരും വാങ്ങിക്കോളും. എന്താ ഏട്ടാ, കളിയാക്കുകയാണോ? അയ്യോ, അല്ല അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. നീ വെച്ചുണ്ടാക്കുന്ന മീൻ കറിക്ക് എന്ത് രുചിയാണെന്ന് നിനക്കറിയാമോ? എന്നിരുന്നാലും മീനിനെ പിടികൂടുന്നത് നീയല്ലേ. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്കും നിനക്ക് വിൽക്കാം. നീ നന്നായി ഒന്ന് ആലോചിക്കേ. വിഷ്ണു ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഇപ്പോൾ അപർണയും വിഷ്ണു പറഞ്ഞത് ഓർത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും എന്റെ മീൻകറി പുകഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഒരു വട്ടം ശ്രമിച്ചു നോക്കിയേക്കാം. എങ്ങനെയായാലും എനിക്ക് പൈസ സമ്പാദിച്ചാൽ മതിയല്ലോ. മീനുകൾ വിറ്റ് അല്ലെങ്കിൽ മീൻകറി വിറ്റ് എന്തായിരുന്നാലും എന്താ. ഇപ്പോൾ അപർണയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. അവൾ വീണ്ടും ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം അപർണ നല്ല മീനുകൾ പിടികൂടി അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്തുകൊണ്ടിരുന്നു. പാചകം ചെയ്തതിനു ശേഷം അപർണ ഒരു പാത്രത്തിൽ മീനുകളെല്ലാം വെച്ചു. പിന്നെ മറ്റൊരു പാത്രത്തിൽ ഫ്രൈസും വെച്ചു. പിന്നെ അവൾ ഒരു സഞ്ചിയും എടുത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അപർണ മാർക്കറ്റിൽ എത്തി. മീൻ കറി വെറും 25 രൂപയിൽ മീൻ കറി. മീൻ പാത്തെന്ന് കേട്ടതും കസ്റ്റമേഴ്സ് എല്ലാവരും വരാൻ തുടങ്ങി. ഈ മീൻ ഫ്രഷ് അല്ലേ? അതെ,
ഇന്ന് രാവിലെ പിടിച്ചതാണ്. ശരി ശരി, എനിക്ക് ഒരു പ്ലേറ്റ് തരൂ. അപർണയപ്പോൾ അയാൾക്ക് ഒരു പ്ലേറ്റ് മീൻ ബാത്ത് കൊടുത്തു. അയാൾ അവിടെ തന്നെ നിന്ന് അത് മുഴുവനും കഴിച്ചു തീർത്തു. ആ മീനിന്റെ മണം അവിടെ മുഴുവനും പടർന്നു. അത് കാരണം വീണ്ടും കുറച്ചുകൂടി കസ്റ്റമേഴ്സ് അപർണയുടെ അടുത്ത് വന്നു. എനിക്കും ഒരു പ്ലേറ്റ് തരൂ. ആ ശരി. കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അപർണയും അവർക്ക് മീൻ ബാത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഓരോ പ്ലേറ്റിനും അവൾക്ക് 25 രൂപയും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ അവളുടെ മീൻ ബാത്ത് മുഴുവനും കാലിയായി. അങ്ങനെ അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. വൈകുന്നേരം വിഷ്ണു വീട്ടിൽ വന്നതും അപർണ പല്ലവിക്കും അവനും ജിലേബിയും കൊടുത്തു. ജിലേബി? അയ്യോ, ഇതെന്താ സ്പെഷ്യൽ ആണല്ലോ. നിങ്ങളത് കഴിക്കൂ, പറയാം. 3 പേരും ജിലേബി കഴിച്ചു. പിന്നെ അപർണ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിഷ്ണുവിനോടും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ മീൻ ബാത്ത് എല്ലാവരും രുചിയോടെ കഴിക്കുമെന്ന്. എനിക്കും കുറച്ച് മീൻ ബാത്ത് ഇട്, ഞാൻ കഴിക്കട്ടെ. അയ്യോ, അതൊക്കെ തീർന്നു പോയല്ലോ. എന്താ? അങ്ങനെ അന്നു മുതൽ അപർണയുടെ മീൻ ബാത്ത് കച്ചവടം വളരെ നന്നായി നടന്നു. അപർണ എപ്പോൾ മാർക്കറ്റിൽ വരുമെന്ന് കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുന്ന അവസ്ഥയിലായി. ദേ അവിടെ നോക്കൂ, മീൻ കടക്കാരി വന്നു. അവൾ അവിടെ വരുന്നതും അവൾക്ക് ചുറ്റിനും വലിയൊരു കൂട്ടം തന്നെ കൂടും. അവൾ സമ്പാദിച്ച പണം കൊണ്ട് അപർണ അവരുടെ വീടും നന്നാക്കിയെടുത്തു. വിഷ്ണുവും അപർണയെ മീൻ ബാത്ത് ഉണ്ടാക്കി വിൽക്കുന്നതിൽ അവളെ സഹായിക്കുമായിരുന്നു. വിഷ്ണു ഇപ്പോൾ കൂലിപ്പണിയും നിർത്തി. ഭാര്യയും ഭർത്താവും ഇപ്പോൾ മീൻ ബാത്ത് വിറ്റുകൊണ്ടിരുന്നു. അവർ മാർക്കറ്റിൽ ഒരു കടയും തുറന്നു. അവരുടെ മീൻ ബാത്ത് ബിസിനസ് വളരെ സൂപ്പറായി പോയി. പിന്നെ കുറച്ചു നാൾ കൊണ്ട് തന്നെ അപർണ ഗ്രാമത്തിൽ മീൻകടക്കാരി എന്ന പേരിൽ പ്രശസ്തിയായി. ഇപ്പോൾ അവളുടെ കുടുംബം മുഴുവനും ഈ ജോലിയിൽ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. ഈ കഥ ഒരു കൂലിപ്പണിക്കാരന്റെയാണ്. ജഗൻ സേഠ് ലാൽ ചന്ദിന്റെ പാടത്ത് പണിയെടുക്കുമായിരുന്നു. സേഠ് ലാൽ ചന്ദിന്റെ പാടം ഗ്രാമത്തിലെ ഏറ്റവും വലിയ പാടമായിരുന്നു. എന്നിട്ട് അവിടെ ഒരുപാട് പണിക്കാര് പണിയെടുക്കുമായിരുന്നു. ദിവസാവസാനം സേഠ് ലാൽചന്ദ് അവരുടെ പണിക്കാർക്ക് അതിന്റെ കൂലി കൊടുക്കുമായിരുന്നു. അല്ലേലും സേഠ് ലാൽചന്ദ് വളരെ നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം പണിക്കാരുടെ മേളിൽ ഒരു കണ്ണ് വെക്കാൻ വേണ്ടി കാലിയെ ഏൽപ്പിച്ചായിരുന്നു. കമല, ഞാൻ കുറെ നേരെ നോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ കൂലി കിട്ടില്ല. ഞാൻ പറയട്ടെ, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അതൊന്നും എനിക്ക് അറിയണ്ട. പണിയെടുക്കാൻ വന്ന പണി എടുത്തിരിക്കണം. കാലിയ പലപ്പോഴും പണിക്കാരോട് വളരെ ദേഷ്യത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം സംഭവിച്ചത്, ജഗൻ പാടത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അയാളുടെ ശ്രദ്ധ തിരിഞ്ഞത്. പെട്ടെന്ന് അയാളുടെ കൈ മുറിഞ്ഞു. കുറെ പണിക്കാര് അയാളുടെ അടുത്തേക്ക് പോയി. ഒരു സ്ത്രീ അയാളുടെ മുറിവ് കെട്ടിക്കൊടുത്തു. പിന്നെ പണിക്കാരെല്ലാവരും അവരൊരു പണി നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാലിയ അവിടെ എത്തിയത്. ഹേയ് ജഗൻ, എന്താടാ വെറുതെ ഇരിക്കുന്നത്? ചേട്ടാ, ഇദ്ദേഹത്തിന്റെ കൈ കോടാലി കൊണ്ട് മുറിഞ്ഞു. നിങ്ങൾക്ക് പണിയിൽ ശ്രദ്ധയേ ഇല്ല. പക്ഷേ കൂലിപ്പണം മാത്രം മുഴുവനും വേണം. നിങ്ങളുടെ മരുന്ന് ചെലവുകളെല്ലാം ഞങ്ങൾ തന്നെ നോക്കണം. നിങ്ങളൊക്കെ കൂടി ചേർന്ന സേട്ടിനെ പെരുവഴിയിലാക്കും. കാലിയുടെ സംസാരം കേട്ടപ്പോ ജഗന് ഒരുപാട് ദേഷ്യം വന്നു. ഒന്നും സംസാരിക്കാതെ അയാള് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന അയാള് ഭാര്യയോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പാവം കയ്യിലെ മുറിവ് കണ്ടപ്പോ കരയാൻ തുടങ്ങി. അയ്യോ, എന്തിനാ നീ കരയുന്നത്? കുറച്ചു ദിവസത്തിലെല്ലാം ശരിയാവുന്നേ. ഈ മുറിവ് ഉണങ്ങിപ്പോകും. പക്ഷേ അയാളോ? ആ കാലിയ നിങ്ങളോട് ഓരോ കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടുപ്പിക്കില്ലേ? അതുകൊണ്ടെന്താ? അവൻ ഇതെല്ലാം ശീലമല്ലേ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങൾക്ക് ഈ കൂലിപ്പണി ഒന്നും വിടാൻ പറ്റില്ലേ? ഈ കൂലിപ്പണി എടുക്കുന്നത് ഞാനങ്ങ് നിർത്തിക്കളഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ? നമുക്ക് വേണമെങ്കിൽ കോഴിയെ വാങ്ങി അതിന്റെ മുട്ട വിൽക്കാം. പക്ഷേ അത് വാങ്ങിക്കാനുള്ള പണം നമ്മുടെ കയ്യിൽ എവിടെ ഉണ്ട്? എന്റെ പൂർവികര് എനിക്ക് സ്വത്തുക്കളൊന്നും തന്നിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? മാല അവളുടെ കയ്യിലിരുന്ന് 2 വളകളും ഊരി, പിന്നെ കാതിലെ കമ്മലും കൊടുത്തു. ആഭരണങ്ങൾ അണിയാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ അത്യാവശ്യത്തിന് അതിനെ വിൽക്കാനും കഴിയും. വേണ്ട വേണ്ട, ഇത് എനിക്ക് വേണ്ട. മാല ഒരുപാട് വാശി പിടിച്ചതുകൊണ്ട് ജഗൻ ആ ആഭരണങ്ങൾ മേടിച്ചു. ജഗനും മാലയും മാർക്കറ്റിലേക്ക് പോയി. എന്നിട്ട് അവര് ആ ആഭരണങ്ങൾ ഒരു സ്വർണക്കടക്കാരന് കൊടുത്തു. അതിനവർക്ക് 2000 രൂപ കിട്ടി. പിന്നെ മാലയും ജഗനും ഒരു കോഴിക്കാരന്റെ അടുത്തേക്ക് പോയി. അതെ, ഒരു കോഴിയുടെ വില എത്രയാ?
ഒരു കോഴിയുടെ വില 100 രൂപയാണ്. ഇനി ഒരു പക്ഷേ 10 കോഴി മേടിക്കുകയാണെങ്കിൽ ഒരു കോഴീനെ ഞാൻ ഫ്രീ ആയിട്ട് തന്നേക്കാം. വളരെ നല്ല കാര്യം. ജഗൻ അയാൾക്ക് 1000 രൂപ കൊടുത്തു. ആ കടക്കാരൻ വലിയൊരു കൊട്ടയ്ക്കകത്ത് 10 കോഴിയും പിന്നൊരു പൂവനെയും കൂടാണ് കൊടുത്തത്. ജഗനും മാലയും വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ അവര് ബാംബുയുടെ കഷ്ണം ഉപയോഗിച്ച് കോഴികൾക്ക് വേണ്ടി കൂടുണ്ടാക്കി. കോഴികളെല്ലാം അതിനകത്ത് കളിക്കുന്ന കണ്ടപ്പോ മാലയ്ക്കും ജഗനും ഒരുപാട് സന്തോഷമുണ്ടായി. അടുത്ത ദിവസം മാല കോഴികളുടെ മുട്ടയെല്ലാം ഒന്നിച്ചാക്കി. ജഗൻ ആ മുട്ടയെല്ലാം ഒരു വ്യവസായിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ആ 10 മുട്ടയ്ക്ക് 30 രൂപ മേടിച്ചു. എന്നും ഇതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചത്. 1 മാസം കഴിഞ്ഞു. ഇന്ന് ജഗൻ ഉണ്ടാക്കിയ കാശെല്ലാം എണ്ണുമായിരുന്നു. ഒരു ദിവസത്തേക്ക് 30 രൂപയാണെങ്കിൽ ഒരു മാസത്തേക്ക് 900 രൂപ. നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 500 രൂപയായിരുന്നു. ഞാൻ കുറച്ച് കാശ് എടുത്തോണ്ട് പോയി സ്വർണം വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, അധികം കിട്ടിയ കാശെല്ലാം ഇനി കോഴിയെ മേടിക്കാൻ ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാകുമല്ലോ. ജഗൻ മാല പറഞ്ഞ കാര്യം കേട്ടു. എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് 5 കോഴിയും കൂടെ മേടിച്ചു. ഇപ്പൊ ആ ദിവസവും 15 മുട്ടയാണ് കിട്ടാറുള്ളത്. ഇത് കണ്ട് മാല ഒരുപാട് സന്തോഷിച്ചു. അടുത്ത മാസം ജഗൻ ഒരിക്കൽ കൂടി കണക്ക് നോക്കാൻ ഇരുന്നപ്പോ അപ്പോഴാണ് ഒരു ദിവസത്തേക്ക് 35 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് 1350 രൂപ. എന്റെ അമ്മോ! ഇപ്പോഴാണ് ജഗന് കണക്ക് മനസ്സിലായത്. അടുത്ത 3 മാസം വരെ ജഗൻ 10 കോഴി വീതമാണ് മേടിച്ചത്. എല്ലാം കൂടി ജഗനിന്റെ കയ്യില് 50 കോഴിയാണ് ഉള്ളത്. ഇപ്പൊ അയാൾക്ക് ദിവസം 150 രൂപയാണ് കിട്ടാറുള്ളത്. ഇത് കണ്ടപ്പോ അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ പ്രാവശ്യം അയാൾ കണക്ക് നോക്കിയപ്പോഴാണ് ഈ മാസം മൊത്തത്തില് 4000 രൂപ സമ്പാദിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറയുമായിരുന്നല്ലോ. അതെ അതെ, വരൂ. ഇനി എത്ര നാൾ എന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുന്നേ. രണ്ടുപേരും തട്ടക്കാരന്റെ അടുത്ത് പോയി. 2000 രൂപയ്ക്ക് പലിശയടക്കം 2250 രൂപയായി. ഇന്ന് എടുത്തോളൂ. ജഗൻ കാശ് കൊടുത്ത് ആഭരണങ്ങൾ തിരിച്ചു മേടിച്ചു. അവിടെ ജഗൻ ഒരു മൂക്കുത്തി കണ്ടു. ആ മൂക്കുത്തി എത്രയാണ്? അധികം വിലയൊന്നുമില്ല, 450 രൂപയേ ഉള്ളൂ. അതും തന്നേക്കൂ. മാല പുതിയ മൂക്കുത്തി ഇട്ടപ്പോ ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം ജഗൻ അയാളുടെ മുട്ടയുടെ വ്യാപാരം തുടങ്ങി. 1 വർഷത്തിന് ശേഷം അയാള് നേടിയ ലാഭം 30,000 രൂപയായിരുന്നു. ഇപ്പൊ അയാളുടെ സ്വന്തമായിട്ട് പോൾട്രി ഫാം ഉണ്ട്. ഫാമിൽ പണിയെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ അവരുടെ കുഞ്ഞു കുടില് വലിയൊരു കൊട്ടാരം പോലെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ ജഗനും മാലിക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. 1 വർഷം മുമ്പായിരുന്നു ജഗൻ കൂലിപ്പണി എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അദ്ദേഹം ഒരു വ്യവസായിയാണ്. മാല വാശി പിടിക്കത്തില്ലായിരുന്നെങ്കിൽ ജഗൻ ഇപ്പോഴും കൂലിപ്പണി എടുത്തോണ്ടിരുന്നേനെ. അതുകൊണ്ടാണ് പറയുന്ന കുട്ടികളെ, ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ ഒരു അവസരം മാത്രം കിട്ടിയാ മതി. ജഗന് കിട്ടിയതുപോലെ. എന്നിട്ട് അയാൾക്ക് 1 വർഷത്തിനകം വിജയം നേടിക്കിട്ടി. പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങൂ. നല്ല ചുവന്ന തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. മീര തന്റെ പച്ചക്കറികൾ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി വിറ്റുകൊണ്ടിരുന്നു. ദിവസവും ഗ്രാമം ചുറ്റിത്തിരിയുമ്പോൾ അവൾ എപ്പോഴും ഒരു മനോഹരമായ പച്ചക്കറിത്തോട്ടം കാണാറുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഈ പച്ചക്കറിത്തോട്ടം കണ്ടുകൊണ്ടേയിരിക്കുന്നു. മീര ആ പച്ചക്കറിത്തോട്ടം വാങ്ങാനായി ആഗ്രഹിച്ചു. ആ സ്ഥലത്ത് അവൾ തന്നെ സ്വയം പച്ചക്കറികൾ നടാനായി ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ സാഹചര്യങ്ങൾ അവളെ അതിന് അനുവദിച്ചില്ല. മീരയ്ക്ക് ഒരു ചെറിയ മകനുണ്ടായിരുന്നു. അവനെ നന്നായി വളർത്തേണ്ട ഉത്തരവാദിത്തം മീരയുടേതായിരുന്നു. എന്തെന്നാൽ മീരയുടെ ഭർത്താവ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയിരുന്നു. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്നോ? പച്ചക്കറികൾ വാങ്ങുന്നില്ലേ? നല്ല ഫ്രഷ് ആയിരിക്കുന്ന പച്ചക്കറികൾ വാങ്ങിക്കോളൂ. ചുവന്ന തുടുത്ത തക്കാളി, നല്ല ജൈവ പച്ചക്കറികൾ വാങ്ങിക്കോളൂ. അപ്പോഴാണ് അവളുടെ മുന്നിലേക്ക് നെയ് വിൽക്കുന്ന വിമല വന്നത്. എങ്ങനെയുണ്ട് മീര? നിനക്ക് സുഖമല്ലേ? ഞാൻ സുഖായിരിക്കുന്നു. നീ പറയൂ, നിനക്കെങ്ങനെയുണ്ട്? എനിക്ക് സുഖമാണ്. നിനക്കൊരു കാര്യം അറിയോ? ആ പച്ചക്കറിത്തോട്ടം വച്ചിരിക്കുന്നയാൾ ആ തോട്ടം വിൽക്കാത്രേ. എന്റെ കയ്യിൽ ഇപ്പോൾ പൈസയുണ്ടായിരുന്നെങ്കിൽ
ഞാൻ ഇന്ന് തന്നെ ആ തോട്ടം വാങ്ങിയേനെ, നിനക്കറിയോ? മീരയ്ക്ക് ആ തോട്ടം വളരെ വളരെ ഇഷ്ടമായിരുന്നു. ഇത് കേട്ട ഉടനെ മീര ആ തോട്ടക്കാരനെ കാണാനായി പോയി. ഇത് നോക്ക്, നിങ്ങൾ ഈ തോട്ടം വിൽക്കാൻ പോകുകയാണെന്ന് ഞാൻ കേട്ടല്ലോ. ആ, പ്രായം കൂടിയത് കാരണം എനിക്കിപ്പോ ഒട്ടും വയ്യ. എനിക്കിതൊന്നും നോക്കി നടത്താനുള്ള ശക്തി ഒട്ടുമില്ല. അതുകൊണ്ടാ ഞാനിതൊക്കെ വിൽക്കുന്നത്. നിനക്ക് ഇതൊക്കെ മേടിക്കാനുള്ള താല്പര്യമുണ്ടോ? അതെ, അത് സത്യമാണ്. എന്നാൽ വാങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ശരി, ഇതിന്റെ വില എത്രയാണെന്ന് പറയൂ. എനിക്കിതിന് ഒരു 500 നാണയങ്ങൾ വേണം. എന്റെ ദൈവമേ, എന്റെ അടുത്ത് 200 കാശ് മാത്രമേ ഉള്ളൂ. 200 നാണയങ്ങൾ ഒരുപാട് കുറവാണ്. 400 നാണയങ്ങൾക്ക് കുറവായി ഞാനിത് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ആ 200 കാശ് ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അടുത്ത 4 മാസം ഓരോരോ മാസവും 50 കാശ് നിങ്ങൾക്ക് ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തോട്ടം എനിക്ക് തരാനായി കഴിയുമോ? ആ തോട്ടക്കാരൻ ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ ശരി, അടുത്ത 4 മാസങ്ങൾ നീ എനിക്ക് 50 നാണയങ്ങൾ വീതം തന്നു തീർക്കണം. മീരയ്ക്ക് വളരെയധികം സന്തോഷമായി. എന്തെന്നാൽ അവൾ ആഗ്രഹിച്ചിരുന്ന ആ തോട്ടം അവൾക്ക് കിട്ടാൻ പോവുകയാണ്. അതിനുശേഷം മീര വളരെയധികം പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ ദിവസവും ഒരുപാട് പച്ചക്കറികൾ വാങ്ങി വിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവൾക്ക് ഒരുപാട് പൈസ കിട്ടാനും തുടങ്ങി. ദിവസവും മീര കുറച്ച് കുറച്ച് പൈസ മാറ്റിവെച്ചു. പിന്നീട് വൈകുന്നേരങ്ങളിൽ പൂ അതുപോലെയുള്ള സാധനങ്ങളും വിൽക്കാൻ തുടങ്ങി. 1 മാസത്തിനു ശേഷം മീര ആ തോട്ടക്കാരന്റെ അടുത്ത് പോയി 50 കാശ് കൊടുത്തു. മീരയ്ക്ക് വളരെ സന്തോഷമായി. മീര ദിവസവും ഇതുപോലെ പ്രയത്നിക്കാൻ തുടങ്ങി. അവൾ രാവിലെ പച്ചക്കറിയും വൈകുന്നേരങ്ങളിൽ പൂവും പലഹാരവും വിൽക്കാൻ തുടങ്ങി. അങ്ങനെ മീര 4 മാസങ്ങൾക്കുള്ളിൽ തോട്ടക്കാരന് കൊടുക്കാനുണ്ടായിരുന്ന മുഴുവൻ കാശും കൊടുത്തു. ഒരുപാട് സന്തോഷമുണ്ട് മീര. ഇനി ഈ വസ്തുവെല്ലാം നിന്റേത് മാത്രമാണ്. ഇതിനെ നീ ഇനി നന്നായി നോക്കണം മീര. മീരയുടെ സ്വന്തമായി തോട്ടം വാങ്ങാനുള്ള ആഗ്രഹവും നിറവേറി. ഇപ്പോൾ മീര തന്റെ സ്വന്തം തോട്ടത്തിൽ പച്ചക്കറികൾ വിളയിക്കാനും തുടങ്ങി. മറ്റു പച്ചക്കറി വ്യാപാരികളെല്ലാം അവളുടെ കയ്യിൽ നിന്നും പച്ചക്കറികൾ വാങ്ങാൻ തുടങ്ങി. മീരയുടെ കഠിന പ്രയത്നം അവളുടെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു. അവളുടെ മകനും ഇപ്പോൾ നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ മീരയുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ടാണ് പ്രയത്നിക്കുന്നവർ ഒരിക്കലും തോൽക്കില്ല എന്ന് പറയുന്നത്. രാംനഗറിൽ സോഗൻ എന്നു പേരുള്ള ഒരു മീനവൻ ഉണ്ടായിരുന്നു. അവന്റെ കയ്യിൽ വലിയ കപ്പലുണ്ടായിരുന്നു. അതിൽ അവൻ ദിവസം രാവിലെ ചെന്ന് മീനുകളെ പിടിക്കുമായിരുന്നു. സോഗൻ ആ ഗ്രാമത്തിൽ വെച്ച ഏറ്റവും ധനികനായ മീനവനാണ്. എല്ലാ മീൻപിടുത്തക്കാരും സോഗനെ കണ്ട് ഒരുപാട് അസൂയപ്പെട്ടു. പക്ഷേ സോഗൻ ദിവസവും എല്ലാരെക്കാളും ഒരുപാട് മീൻ പിടിച്ചുകൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി ആ മീനുകൾ വിൽക്കും. സോൻ ചേട്ടാ, നിങ്ങൾ ഇത്രയും മീൻ പിടിച്ചിട്ടാണല്ലോ മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് വരുമാനം വരുന്നുണ്ടല്ലേ? അത് എല്ലാം മേലുള്ളവനാണ് നമുക്ക് തരുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് എല്ലാം നല്ലതേ നടക്കുന്നുണ്ട് മോനെ. എന്നാ ചേട്ടാ വരൂ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പാർട്ടി വെച്ചൂടെ? ഇതുപോലെ സോഗന്റെ മീൻ വ്യാപാരം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. സോഗൻ വളരെ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് അവന്റെ കൂട്ടുകാരൻ അവനെ എപ്പോഴും പറ്റിപ്പിക്കുമായിരുന്നു. പക്ഷെ ഈ വിഷയം കാരണം അവന്റെ ഭാര്യ വിമലയ്ക്ക് ഒരുപാട് സങ്കടമായിരുന്നു. ഇതുപോലെ സമൂഹ സേവ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അങ്ങനെ സമൂഹ സേവ ചെയ്യേണ്ട ആവശ്യം എന്താണ് വന്നത്? ദൈവം എല്ലാവർക്കും കയ്യും കാലും നൽകിയിട്ടുണ്ട്. അവർ അധ്വാനിക്കട്ടെ, അവർ ചെലവാക്കട്ടെ. നീ പറയുന്നത് വളരെ ശരിയാണ് മോളെ. പക്ഷേ ഇപ്പൊ നമുക്ക് ഒരു കുറവില്ലാതെ നന്നായിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഇതെല്ലാം നിങ്ങളുടെ പെരുമയാണ്, പെരുമ. നോക്കിക്കോ, നമുക്ക് ആരും തന്നെ കാണില്ല. ഒരു ദിവസം സോഗന്റെ പഴയ കൂട്ടുകാരൻ രമേശ് സോഗനെ കാണാനായി വീട്ടിലേക്ക് എത്തി. രമേശ് എപ്പോഴും സോഗന്റെ പണത്തിൽ കണ്ണുവെച്ചുകൊണ്ടേയിരിക്കും. എന്തൊക്കെയാണ് കാര്യങ്ങള്? നീ വലിയ വീടൊക്കെയാണല്ലോ കെട്ടിയിരിക്കുന്നത്. പക്ഷെ എന്ത് പറയാനാ, എന്റെ ബിസിനസ് ഒക്കെ വളരെ നഷ്ടത്തിലാണപ്പോ. 2 നേരം ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാതെയാണ് ഇരിക്കുന്നത്. കേൾക്കുമ്പോ തന്നെ വല്ലാത്ത കഷ്ടമായിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ എന്നോട് പറയാം. പക്ഷേ രമേശ് ചേട്ടാ,
നിങ്ങളുടെ ഡ്രസ്സ്, ചെരുപ്പ് ഇതൊക്കെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അതായത് ദരിദ്രനാണെന്ന് തോന്നുന്നില്ലല്ലോ. പിന്നെ നിങ്ങളുടെ വയറും നിങ്ങളുടെ ഷർട്ട് ബട്ടന് പുറത്തു വരുമെന്ന് തോന്നുന്നു. ഇതൊക്കെ പഴയതാണ് മോളെ, പുതിയത് വാങ്ങാൻ നമ്മളടുത്ത് എവിടെയാ പൈസ ഉള്ളത്? സോഹൻ രമേശ് കരയുന്നത് കണ്ടിട്ട് അവന് കടമായി കുറച്ച് കാശ് നൽകി. രമേശ് അവിടെ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ പോയി. പക്ഷേ വിമല സോഹനെ ഒരുപാട് വഴക്കു പറഞ്ഞു. സോഹൻ എന്ത് വിചാരിക്കുമെന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വിമലയ്ക്ക് ഇഷ്ടമില്ലാന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് നമുക്ക് കുറെ മീൻ കിട്ടിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ മാർക്കറ്റിൽ വിറ്റിട്ട് പൈസ നന്നായിട്ടുണ്ടാക്കണം. സോഹന്റെ മീനുകൾ എല്ലാം തന്നെ ഉടനെ വിറ്റു. ഇത് കണ്ടിട്ട് സോഹന് ഒരുപാട് സന്തോഷമായി. പെട്ടെന്ന് തന്നെ അവന്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്തുപറ്റി? ഇന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി? ഇന്ന് ഒരുപാട് മീൻ പിടിക്കാൻ പറ്റിയില്ലേ? എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? ഇന്ന് എനിക്ക് നല്ല കച്ചവടമായിരുന്നു. പിടിച്ച മീനുകളൊക്കെ നന്നായിട്ട് വിറ്റ് കഴിഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം സോഹന്റെ വീട്ടിന്റെ പുറത്ത് ഒരുപാട് ജനങ്ങൾ കൂട്ടമായി വന്നു. എന്നിട്ട് എല്ലാരും സോഹൻ ഒഴിയട്ടെ ഒഴിയട്ടെ എന്ന് നിലവിളിച്ചു. സോഹനും വിമലയ്ക്കും ഒന്നും തന്നെ മനസ്സിലായില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? അറിയില്ലല്ലോ, വരൂ നമുക്ക് പുറത്തു പോയി നോക്കാം. സോഹനും വിമലയും പുറത്തേക്ക് വന്നു. അവിടെ ജനങ്ങൾ ഒരുപാട് ദേഷ്യത്തോടെയായിരുന്നു. എന്തു പറ്റി? നിങ്ങൾ എല്ലാരും എന്തിനാണ് ഇവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നത്? നിന്റെ മീൻ കഴിച്ചിട്ടേ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വീട്ടിൽ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ചില പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ എപ്പോഴും നദിയിൽ ഫ്രഷായ മീനാണല്ലോ പിടിച്ചു കൊണ്ടുവന്നത്. അതൊന്നും ഞങ്ങൾക്ക് അറിയണ ആവശ്യമില്ല. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ കാശ് തിരിച്ചു കൊടുക്കണം. അതുമാത്രമല്ല, അവരുടെ വൈദ്യ ചെലവ് നീ തന്നെയാണ് നോക്കേണ്ടത്. പിന്നെ അതിനുള്ള നഷ്ടം നീ തരണം. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് സോഹന് ഒന്നും തന്നെ മനസ്സിലായില്ല. പക്ഷേ സോഹൻ വളരെ നല്ലവനായ ഒരു മനുഷ്യനാണ്. അതു കാരണം അവൻ എല്ലാവർക്കും കാശ് തിരിച്ചു നൽകി. പിന്നെ അവൻ വിറ്റ മീനുകളെ കൊണ്ട് ബാധിക്കപ്പെട്ട ജനങ്ങളെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത്ര കാശില്ല ചേട്ടാ. ഉണ്ടായിരുന്നതൊക്കെ മീന് കഴിച്ച് രോഗം പിടിച്ചവർക്കൊക്കെ കൊടുത്തു. ഇപ്പോഴീ വീടും എന്റെ പടകു മാത്രമേ ഉള്ളൂ. പടക് വിറ്റാൽ നമ്മൾ എങ്ങനെ കാശുണ്ടാക്കും? നമ്മൾ ഈ വീട് വിറ്റേ പറ്റൂ. ശരി, ഞാൻ എന്റെ ജീവിതം നിങ്ങളോടൊപ്പം ആ കപ്പലിലെങ്കിലും ജീവിക്കും. സോഹൻ തന്റെ വീട് വിറ്റു. സോഹനും കമലയും ആ കപ്പലിൽ ചെന്ന് ജീവിച്ചു. സോഹൻ എപ്പോഴും പോലെ മീനുകൾ പിടിച്ച് മാർക്കറ്റിൽ വിൽക്കാനായി ചെന്നു. മീന് വാങ്ങാൻ വരൂ, നല്ല രുചിയുള്ള മീന്. സന്ധ്യയുമായി സമയം. പക്ഷേ സോഹൻ കൊണ്ടുവന്ന ഒരു മീനും വിറ്റില്ല. സോഹന് ഒരുപാട് സങ്കടം തോന്നി. എന്തു പറ്റി സോഹൻ? നിന്റെ ഒരു മീനും വിറ്റില്ലല്ലോ. എന്തു ചെയ്യാനാ, രാവിലെ തൊട്ട് ഞാൻ വിൽക്കാനിരിക്കുകയാണ്, ഒരു മീന് പോലും വിറ്റിട്ടില്ല. എല്ലാരും നിന്റെ മീന് കണ്ടിട്ട് അവർ പേടിച്ചതാണ്. എല്ലാവർക്കും അവരുടെ ജീവന് മുഖ്യമല്ലേ. തന്റെ കുടുംബം കുട്ടി സുഖമല്ലാണ്ട് ഇരിക്കാൻ അവരാരെങ്കിലും സമ്മതിക്കോ? പക്ഷേ അതിൽ എന്റെ ഒരു തെറ്റും ഇല്ലല്ലോ. അങ്ങനെ ആ തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് മാറ്റിയിട്ടുണ്ടല്ലോ. അതേ സമയത്ത് ഞങ്ങൾ എങ്ങനെ നിന്നെ വിശ്വസിക്കാൻ പറ്റും? ഒരു പ്രാവശ്യം പറ്റിച്ചു പോയ മനുഷ്യന്മാര് പിന്നെയും പറ്റിക്കാൻ വിശ്വാസമില്ല. സോഹൻ തന്റെ കൂട്ടുകാരന്റെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് കേട്ട് ഒരുപാട് വിഷമിച്ചു. എന്നിട്ട് തിരിച്ച് തന്റെ കപ്പലിലേക്ക് തിരിച്ചുപോയി. എന്തുപറ്റി? ഇന്ന് വരാൻ ഇത്രയും സമയമെടുത്തു? നല്ല വ്യാപാരമുണ്ടായെന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നുമില്ല മോളെ, ഇന്ന് ഒരു മീന് പോലും ഞാൻ വിറ്റിട്ടില്ല. ആരും നമ്മളടുത്ത് മീൻ വാങ്ങാൻ വിശ്വാസമില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരനോട് സഹായം ചോദിച്ചുകൂടാ? നിങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ ഒരുപാട് സഹായം ചെയ്തിട്ടില്ലേ? ഇപ്പൊ എല്ലാം മാറിപ്പോയി. എന്റെ അടുത്ത് പൈസ ഉള്ളപ്പോൾ ജനങ്ങളൊക്കെ എന്റെ അടുത്തായിരുന്നു വന്നോണ്ടിരുന്നത്. ഇപ്പൊ എല്ലാരും എന്റെ നിലമേ കണ്ടിട്ട് എല്ലാരും കളിയാക്കുകയാണ്. നമ്മൾ നാളെ വീണ്ടും ഒരുപാട് മീന് പിടിച്ച് നദിയുടെ അപ്പുറത്തെ സൈഡുള്ള ഗ്രാമത്തിൽ ചെന്ന് വിൽക്കാം. അവിടെ ആർക്കും നമ്മളെ അറിയില്ല. ശരി മോളെ, നീ പറയുന്നോണ്ട് നമുക്ക് ആ ഗ്രാമത്തിലേക്കും പോയി നോക്കാം. നമുക്ക് നോക്കാം. അടുത്ത ദിവസം സോഹനും കമലയും മീൻ പിടിക്കാനായി വെള്ളത്തിൽ അവരുടെ കപ്പൽ വെള്ളത്തിൽ വെച്ചപ്പോൾ മറ്റുള്ള മീനവർകളൊക്കെ അവരെ എതിർക്കാൻ തുടങ്ങി. നീ നദിയിൽ പടക് ഓട്ടിക്കാനേ പാടില്ല. അതുപോലെ നിങ്ങൾ എന്തിനാ പറയുന്നു മദൻ ചേട്ടാ? ഒരു പ്രാവശ്യം നീ ഞങ്ങൾ എല്ലാവരും ജീവനിലെ ആപത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി ഞങ്ങൾക്ക് അതുപോലെ വരണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ശരി, ഞങ്ങളുടെ കപ്പൽ എടുത്തുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ പോകാം. വിമലയും സോഹനും തങ്ങളുടെ കപ്പൽ എടുത്തുകൊണ്ട് വെള്ളത്തിൽ പോയി. മണിക്കൂറോളം കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. തൊട്ടടുത്ത് ഗ്രാമം ഒന്നും തന്നെ അവർക്ക് കണ്ടില്ല. അപ്പോഴാണ് വിമലയ്ക്ക് വെള്ളത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു മീൻ കണ്ടത്.
ഉടനെ വിമല വല വെള്ളത്തിലേക്കിട്ട് ആ സ്വർണ്ണ മീനിനെ പിടിച്ചെടുത്തു. ഇതേതോ മായമീൻ പോലുണ്ടല്ലോ. ഇതിന്റെ നിറം നോക്കൂ, സ്വർണ്ണ പോലെ തിളങ്ങുന്നു. ഒരുപക്ഷെ ഈ സ്വർണ്ണ മീന് മാർക്കറ്റിൽ വിറ്റാൽ നമുക്ക് ഒരുപാട് കാശ് കിട്ടും. എന്നാ നമ്മൾ ഈ മീനിനെ വളരെ സൂക്ഷിച്ചു വെക്കണം. എന്നാ നമുക്ക് ഈ മീനിനെ ഫാമിംഗ് ചെയ്യാലോ. പിന്നെ ഇതിന്റെ സ്വർണ്ണ മുട്ടകൾ വെച്ച് നമുക്ക് മാർക്കറ്റിലും വെക്കാം. നീ ആ പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? സ്വർണ്ണ മുട്ട ഇടുന്ന താറാവിനെ ആരും അറക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ചേട്ടാ. വിമലയും സോഹനും ഒരു ഗ്രാമത്തിലേക്ക് ചെന്നു. എന്നിട്ടവിടെ തങ്ങളുടെ കപ്പൽ വിറ്റ് കുറച്ച് പണം എടുത്ത് ഒരു സ്ഥലം വാങ്ങി അതിലൊരു കുളമുണ്ടാക്കി. എന്നിട്ട് സ്വർണ്ണ മീനുകളുടെ ഫാമിംഗ് തുടങ്ങി. കുറച്ചു ദിവസത്തിനകം ആ സ്വർണ്ണ മീൻ സ്വർണ്ണ മുട്ടകൾ ഇട്ടു. നമ്മൾ ഈ സ്വർണ്ണ മുട്ടകൾ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കാം ചേട്ടാ. പതുക്കെ പതുക്കെ സ്വർണ്ണ മുട്ടകൾ വിറ്റ് വിമലയും സോഹനും വീണ്ടും പണക്കാരായി മാറി. വീണ്ടും അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. സോഹന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് കണ്ട് വീണ്ടും ജനങ്ങൾ സോഹന്റെ അടുത്ത് കാശിനായി എത്തി. സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് തെറ്റായിട്ട് വിചാരിക്കാൻ പാടില്ല. നീ ഞങ്ങളുടെ നെരുങ്ങിയ ദോസ്തല്ലേ. ഇങ്ങനെ കൂട്ടുകാരനെ പോലെ അഭിനയിക്കുന്നതൊന്ന് നിർത്ത്. ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്നെ കളിയാക്കി കൈകൊട്ടി ചിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് പോ. സോഹൻ അപ്പോഴാണ് മനുഷ്യന്മാരെ കുറിച്ച് മനസ്സിലായത്. പിന്നെ പറ്റിക്കുന്ന കൂട്ടുകാരിൽ നിന്നും വിലകിയിരുന്നു. സ്വർണ്ണ മീനിന്റെ സഹായം കൊണ്ട് അവന്റെ ജീവിതം നല്ല രീതിയിൽ പോകുന്നു.